ഹലോ, ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു കൂട്ടുകറി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ചിരകിയത്. പിന്നെ നമുക്ക് പീസസായിട്ട് കട്ട് ചെയ്ത ചേന, വാഴയ്ക്ക അല്ലെങ്കിൽ പച്ചക്കായ, ശർക്കര വേണം, ഒരു പച്ചമുളക്, കുറച്ച് നല്ല ജീരകം, പിന്നെ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ, കടലപ്പരിപ്പ്, പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണം. അങ്ങനെ ചൂട് എണ്ണയിൽ കടുക് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഈ കടുകിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളിതിലോട്ട് വറ്റൽമുളക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് ചിരകി വെച്ച തേങ്ങയും കൂടെയാണ്. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെങ്കിലും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പാരലായിട്ട് തന്നെ നമുക്കൊരു കുക്കറിൽ കടലപ്പരിപ്പും ചേനയും പച്ചക്കായും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ദെൻ നമുക്കിത് കുക്കറിൽ നിന്നൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചതച്ച് വെച്ചിട്ടുള്ള ഒരു ശർക്കരയാണ്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ശർക്കരേൻ്റെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നല്ല രീതിക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകവും ഒരു പച്ചമുളകും ചേർത്ത് അരച്ച തേങ്ങയാട്ടോ. പിന്നെ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, കുറച്ച് മതി. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു തേങ്ങയുടെ കൂട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു കൂട്ടുകറിയുടെ ടേസ്റ്റ് ഇതിലോട്ട് എത്തുന്നത്. പിന്നെ ഈ കൂട്ടുകറിയിൽ നമുക്ക് ഈ കറിയിലൊക്കെ ഇടുന്ന കടലയുണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്തവണ ഇതിലുണ്ടാക്കിയപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്താണെന്ന് ഓർമ്മയില്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ വറവാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വറവ് നമുക്ക് ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞാനിത് ആ വറവ് എടുത്തിങ്ങിട്ട് കൂട്ടുകറിയിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പം അതും കൂടെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകറിയുടെ ഫൈനൽ ഔട്ട്കം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.